ചൊവ്വാഴ്ച ഞങ്ങൾ ചെയ്ത ഒരു വാർത്തയെ തുടർന്ന് അധികൃതർ നടപടികൾ കൈക്കൊണ്ടിരുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. വാർത്ത എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് മമ്പറത്തെ ഹൈമാസ്റ്റ് ലൈറ്റ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പ്രധാന ജംഗ്ഷനിലുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അരികിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ പിന്നീട് 2 മാസമായി ഇതിന് കണക്ഷൻ നൽകിയിരുന്നില്ല. അതോടെ മമ്പറം ഇരുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് നിരവധി പരാതിയെ തുടർന്ന് ന്യൂസ് എയ്റ്റ് ചൊവ്വാഴ്ച എത്തി ഇതൊരു വാർത്തയായി നൽകിയിരുന്നു. ഇതിൽ പിന്നീട് ഇന്നലെയാണ് ഹൈമാസ്റ്റ് ലൈറ്റിന് കണക്ഷൻ നൽകുകയും മമ്പറത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്തത്. അന്ന് പ്രതിഷേധിച്ചിരുന്ന നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം. എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാല് നിങ്ങൾ വന്നു വൈറലായി ജനങ്ങളെ ഇന്ത്യ ഉദ്യോഗസ്ഥന്മാരെ എന്താ പറയാ അത് അവരുടെ അടുത്ത് ഈ വിവരം ഇങ്ങനെ കത്തുന്നില്ല എന്നുള്ളത് റിപ്പോർട്ട് ചാനലിലൂടെ അത് പല വെളിച്ചത്തിലങ്ങ് വന്ന് അപ്പം അതുകൊണ്ട് നിങ്ങളെ സൗകര്യം കൊണ്ട് ലൈറ്റ് കത്തി. അത് നമ്മുടെ നാട്ടുകാർക്ക് നല്ലൊരു സന്തോഷം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇതിപ്പം ലൈറ്റിനെ മാത്രമല്ല, അപ്പം ഞാൻ ഇന്നലെയും കൂടി ഈ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഈ സൗന്ദര്യവൽക്കരണം ഈ സൈഡിലെ ലൈറ്റുകൾ ഇപ്പം കത്തുന്നില്ല. അപ്പോൾ അതൊന്ന് കൂടി ചാനൽ ഒന്നും കൂടി സ്പീഡാക്കിയിട്ട് അത് നടത്തിത്തരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അതായത് നിങ്ങളുടെ വന്ന ചാനലിലെല്ലാം ഇടുന്ന നമ്മളെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇന്നലെ രാവിലെ KSEBിൽ 2 ഉദ്യോഗസ്ഥന്മാർ 8 മണിക്ക് മുന്നേ ഇവിടെ എത്തിയതാണ്. അവർ വന്ന് നോക്കിപ്പോയി ഒരുപാട് കുഴി കുഴിച്ച് വൈകുന്നേരം പോസ്റ്റ് പിരിച്ച് ഇവിടെ കണക്ഷനും കൊടുത്ത് കത്തിച്ചിട്ടാണ് അവർ പോയത്. ഒരു 6:57 ടൈമിങ്ങിന് വെച്ചിട്ട് ഒരു 7 മണിക്കുള്ളിൽ കത്തിച്ചിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് വളരെ ഹാപ്പി, സന്തോഷം. ഓട്ടോമാറ്റിക് ഇതിപ്പോൾ ടൈമറിലാണ് വെച്ചിട്ടുള്ളത്. 6:57 ടൈമറിൽ ഓട്ടോമാറ്റിക് കത്തും, ഓട്ടോമാറ്റിക് ഓഫ് ആവും. ന്യൂസ് സൈറ്റ് ചാനൽ 2 ദിവസം മുന്നേ വന്ന് ഇവിടെ കംപ്ലൈൻ്റ് എല്ലാം നോക്കി അവർ വൈറലാക്കി. അതിനുശേഷം ഉദ്യോഗസ്ഥന്മാർ വന്നു. അവർ ഇതിൻ്റെ അളവിലെടുത്ത് പോയി പോസ്റ്റ് കുഴിച്ചിട്ടു. ഇന്നലെ വൈകുന്നേരം രാത്രി ലൈറ്റ് കത്തിച്ച് തന്നു. എല്ലാവർക്കും സന്തോഷമായി. നാട്ടുകാർക്കും ഫോട്ടോ സ്റ്റാൻഡിൽ എല്ലാവർക്കും വളരെ സന്തോഷം, ഹാപ്പി. ഓരോ വാർത്തകൾ ചെയ്യുമ്പോഴും അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സഹായകരമാകണം എന്നതാണ് ന്യൂസ് എയ്റ്റ് വാർത്താ ചാനൽ പ്രാധാന്യം നൽകുന്നത്. മറ്റു വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരും. ക്യാമറാമാൻ റിജേഷ് കെ റിജുവിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് എയ്റ്റ്. ഒരു ഫോൺ കോൾ മതി, ജിയോസാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും.